ഞങ്ങൾക്ക് ആർക്കാ പേടിയുന്നു? ഇത് വെടിക്കെട്ടുകാരൻ്റെ മക്കളെ ഉടുക്ക് കെട്ടി പേടിപ്പിക്കുമ്പോൾ പോലെ പ്രതിപക്ഷ നേതാവ് അങ്ങ് പറഞ്ഞാൽ പേടി പേടി എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുമോ? എന്ത് പേടി? തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലേ പേടിക്കണ്ടേ? ഈ പരോള് അർഹതയില്ലാതെ കൊടുത്തതിൻ്റെ ആളാരാണ് എന്നത് എല്ലാവർക്കും അറിയില്ലേ അക്കാലത്ത്? അതുകൊണ്ട് പരോളിലൊന്നും വേറെ തെറ്റായ കാര്യങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. നിയമാനുസൃതമായിട്ടുള്ള കാര്യം, നിയമം അനുസരിച്ചുള്ള പരോളല്ലാതെ കൊടുക്കാൻ കഴിയില്ല. അതാണ് ഇന്ന് സർക്കാരിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ സൂപ്പർ താരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ആൾ പോലും തെറ്റ് ചെയ്തപ്പോൾ പിടിച്ച് ജയിലിലിട്ട ഒരു സർക്കാരല്ലേ? അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ നിയമം എന്താണോ അനുശാസിക്കുന്നത് അതാണ്. നിയമം ലംഘിക്കാൻ ജയരാജൻ തയ്യാറായാൽ ജയരാജൻ ആപത്ത് എന്നല്ലാതെ നിയമത്തിൻ്റെ മുമ്പിൽ ജയരാജനും വി ഡി സതീശനും എല്ലാവരും തുല്യരാണ് എന്ന കാഴ്ചപ്പാടേ സർക്കാരിനുണ്ട്. അത് അവരുടെ ആക്ഷേപമാണ്. അത് അവരെ ആക്ഷേപിക്കുമല്ലോ. പിണറായി വിജയനെ ചെത്തുതൊഴിലാളിയുടെ മോഹൻ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചവർ നയിക്കുന്ന പാർട്ടീൻ്റെ നേതാക്കന്മാരല്ലേ അത്? ചെത്തുതൊഴിൽ അഭിമാനപൂർവമായ ഒരു തൊഴിലായി കാണുന്ന തൊഴിലാളി സംസ്കാരമല്ലേ നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് അതിനൊന്നും ആക്ഷേപിക്കുന്നതിനൊന്നും ആക്ഷേപിക്കാം. നമ്മളെ 2 കേന്ദ്രമന്ത്രിമാർ ആക്ഷേപിച്ചത് എന്താ? പുലമ്പിയാലൊന്നും പണം കിട്ടില്ലെന്നും മന്ത്രിയൊക്കെ ആകണമെങ്കിൽ ഉന്നത കുല ജാതീയനാവണമെന്നും മറ്റുമൊക്കെയല്ലേ മന്ത്രിമാർ പറയുന്നത്. കേരളം ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കടന്നാൽ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാം, നിങ്ങൾക്ക് ബജറ്റിൽ പണം അനുവദിക്കാം, ഇങ്ങനെ പറയുന്ന ഒരു നില സ്വീകരിക്കുന്നതല്ലേ മറുപക്ഷം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് നീതിയും നിയമവും അതിൻ്റെ വഴിക്ക് നടപ്പാക്കാനാണ്. കോടതി പരോൾ കൊടുക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിച്ച കേസിലെ പ്രതികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പരോൾ നമ്മുടെ ജയിൽ ചട്ടമനുസരിച്ച് അത് നൽകേണ്ടതാണ്. അങ്ങനെ ചട്ടമനുസരിച്ച് മാത്രമേ പരോൾ നൽകുന്നുള്ളൂ. അത് തെറ്റായ ആരോപണമാണ്. കാരണം അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അല്ല, എത്രയാണോ ചട്ടമനുസരിക്കുന്നത് അങ്ങനെയാണ് കൊടുക്കുക. കൂടുതൽ കാലം ജയിലിൽ കടന്നിട്ടുണ്ടാവും. മമ്പറം ദിവാകരനാണ് ജയിൽ ചട്ടം മറികടന്ന് പരോള് കൊടുത്തത്. എനിക്ക് പോലും ജയിൽ ചട്ടം മറികടന്നിട്ട് പരോള് കിട്ടിയില്ല. അന്നാണെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന വഴിയല്ലേ കൊണ്ടുപോയത്. അതുകൊണ്ട് ജയിൽ ചട്ടം മറികടന്നിട്ട് കൊടുത്തത് നമ്മുടെ അനുഭവത്തിൽ മമ്പറം ദിവാകരൻ മാത്രമാണ്. അദ്ദേഹത്തെ അന്ന് ശിക്ഷിച്ചത് എൻ്റെ ഒരു ഓർമ്മയെന്ന് പറയുകയാണ് 7 വർഷമോ മറ്റുമാണ്. ആകെ അദ്ദേഹം 7 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്നേ നോക്കണ്ട. നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ RO ഫിൽറ്റർ ആക്സസറീസ്, RO പമ്പ് ആൻഡ് ക്യാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ 100% ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു. നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു. വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9142841703 7012492226.